പാരീസ് ഒളിമ്പിക്സ് തുടങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇതിനോടകം ഫുട്ബോളും അമ്പെയ്ത്തുമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. വീറും വാശിയും നിറഞ്ഞ പോരാട്ട ചൂടിന്റെ ദിനങ്ങളാണ് ആരാധകരെ ഇനി കാത്തിരിക്കുന്നത്. പ്രതീക്ഷയോടെയാണ് ഇന്ത്യയും ഇത്തവണ പാരീസിലേക്ക് എത്തുന്നത്. ഇതെല്ലാ മത്സരങ്ങളും ഉണ്ടെങ്കിലും ഒരു മത്സരം അവിടെയില്ല: ക്രിക്കറ്റ്. എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് അവിടെ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഉൾപ്പെടുത്താത്തത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ആരാധകർക്കുണ്ട്. അതിനുള്ള ഒരു ഉത്തരവും വമ്പൻ സർപ്രൈസുമാണ് ഈ വാർത്തയിൽ പറയുന്നത്. കായിക ലോകം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലേക്ക് തിരിയവേ ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പ് 2028 അടുത്ത ഗെയിംസിനായിട്ടാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഗെയിംസിന് അത്ര വലിയൊരു പ്രത്യേകതയുണ്ട്. ക്രിക്കറ്റ് ഒരു മത്സര ഇനമായി എത്തുന്ന ഗെയിംസ് ആയിരിക്കും 2028 ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സാധ്യത ടീമിൽ ആരൊക്കെ ഉണ്ടാവുമെന്നറിയാൻ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കുക. ഇന്ത്യയും വലിയ പ്രതീക്ഷയോടെയാണ് അടുത്ത എഡിഷനായിട്ട് കാത്തിരിക്കുന്നത്. ക്രിക്കറ്റ് മത്സര ഇനമായി വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പായും ഒരു മെഡൽ ഏറെക്കുറെ ഉറപ്പാണ് എന്നത് തന്നെയാണ് ഇതിന് കാരണം. കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് മത്സര ഇനമായിരുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് നയിച്ച ഇന്ത്യൻ യുവനിര സ്വർണം ചൂടുകയും ചെയ്തു. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലും ക്രിക്കറ്റിൽ പൊന്നണിയാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. T20 ഫോർമാറ്റിലായിരിക്കും അടുത്ത ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത്. എങ്ങനെയായിരിക്കും 4 വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന അടുത്ത ഗെയിംസിൽ ഇന്ത്യൻ ടീം അണിനിരക്കുകയെന്ന് നമുക്ക് അറിയേണ്ടേ? വരൂ, അതിലേക്ക് പോവാം. നിലവിൽ മത്സര രംഗത്തുള്ള ചില താരങ്ങളെ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കണ്ടേക്കില്ല. മുൻ 2020 ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ, മറ്റൊരു മുൻ നായകനും റൺ മെഷീനുമായ വിരാട് കോഹ്ലി എന്നിവരായിരിക്കും ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന നഷ്ടങ്ങൾ. ഇവർക്ക് പകരം യുവതാരങ്ങളായിരിക്കും ലൈനപ്പിൽ ഉണ്ടാവുക. യുവ ബാറ്റിംഗ് സെൻസേഷനും ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലായിരിക്കും ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചേക്കുക. നിലവിൽ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമുകളുടെ പുതിയ വൈസ് ക്യാപ്റ്റനായി ഗില്ലിനെ നിയമിച്ചിരിക്കുകയാണ്. 2020 സൂര്യകുമാർ യാദവാണ് പുതിയ ക്യാപ്റ്റനെങ്കിലും അടുത്ത ഒളിമ്പിക്സിൽ അദ്ദേഹം ടീമിലുണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിന് 37 വയസ്സാകും. ഇത്രയും വയസ്സ് വരെ സൂര്യ മത്സര രംഗത്തുണ്ടാവുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. ഗില്ലും ഇടം കയ്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും 2028 ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തേക്കുക. ഗില്ലിന് അപ്പോൾ 28 വയസ്സും ജയ്സ്വാളിന് 26 പ്രായം. 3-ാം നമ്പറിലെത്തുക ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. അപ്പോഴേക്കും ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായി അദ്ദേഹം മാറുമെന്ന് ഉറപ്പ്. 2028 ഋതുരാജിന്റെ പ്രായം 31 ആയിരിക്കും. 4-ാം നമ്പറിൽ ആരാവുമെന്നതാണ് ചോദ്യം. സൂര്യയ്ക്ക് പകരം പുതിയൊരു 4-ാമനെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായി തന്നെ വരും. യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിനാകും ഈ റോളിലേക്ക് നറുക്കു വീണേക്കുക. 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ പുതിയ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ജുറേലിനാണ് മുൻതൂക്കം. മലയാളി താരം സഞ്ജു സാംസണോ ഋഷഭ് പന്തിനും ഒളിമ്പിക്സ് ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യത തീരെ കുറവും. പ്രായമല്ല, മറിച്ച് ഫോം ആയിരിക്കും പ്രധാന കാരണം. ഇവർക്ക് പകരം ഇഷാൻ കിഷാൻ ആവും ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയേക്കുക. 5-ാം നമ്പറിൽ റിയാൻ പരാഗിന്റെ ഊഴമായിരിക്കും. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ താരത്തിൽ വലിയ പ്രതീക്ഷയാണ് ടീമിനുള്ളത്. പരിക്കുകൾ വലയ്ക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ അടുത്ത ഒളിമ്പിക്സിനുണ്ടാവാൻ സാധ്യതയേയില്ല. പകരമായിരിക്കും പരാഗ് ടീമിലെത്തുക. 6-ാമനായി ഫിനിഷർ റിങ്കു സിംഗ് ഉണ്ടാകും. അക്ഷർ പട്ടേലാകും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ. കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആവുമ്പോൾ പേസർമാരായി ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരെ കണ്ടേക്കും. റിസർവ് ലിസ്റ്റിൽ ഉണ്ടാവുക അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, രവി ബിഷ്ണോയ്, മയങ്ക് യാദവ് എന്നിവരായിരിക്കും. ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സാധ്യത ടീമാണ്. അവരുടെ പേരുകൾ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായിരിക്കും. യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാദ്, ധ്രുവ് ജുറേൽ വിക്കറ്റ് കീപ്പർ ആയിരിക്കും. റിയാൻ പരാഗ്, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ. റിസർവ് ലിസ്റ്റിൽ ഇവരൊക്കെയായിരിക്കും: അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, രവി ബിഷ്ണോയ്, മയങ്ക് യാദവ്.